പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ആദ്യ ശനിയാഴ്ച ദിനം ഇന്ന് നാം ധ്യാനിക്കുന്നത് നമ്മുടെ പരിശുദ്ധ കന്യകാമാതാവ് ലൂക്കായുടെ സുവിശേഷം 1:45. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഗബ്രിയേൽ ദൂതൻ്റെ ഒരു ദൂത് അല്ലേ. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് 8000-ലധികം വാഗ്ദാനങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. എന്നാൽ ഈ വാഗ്ദാനങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇത് നിറവേറപ്പെടേണ്ടവയാണ്. കാര്യങ്ങൾ പ്രതികൂലമാണെങ്കിലും എൻ്റെ ദൈവമായ കർത്താവ് എന്നെ കൈവിടുകയില്ല. ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും പ്രതികൂലമായിരിക്കും, നമുക്ക് രക്ഷപ്പെടുമെന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥകളായിരിക്കും. പക്ഷെ എൻ്റെ ദൈവം എന്നെ കൈവിടുകയില്ല. ഈ ഒരു ബോധ്യമാണ് പ്രിയ സഹോദരങ്ങളെ, കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് പറയുമ്പോൾ നാം അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നോക്കിയ 8 നോമ്പിന് ഇനി നാളെ ഞായർ, മറ്റന്നാൾ തിങ്കൾ അല്ലേ, വളരെ അടുത്തു നമുക്ക് അതിശക്തമായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നാളത്തെ സാപത്തിലെ ബലിയർപ്പണത്തിലൊക്കെ ഈശോയോട് പ്രാർത്ഥിക്കുന്നത് അമ്മയെ കുറേക്കൂടി സ്നേഹിക്കാനുള്ള. കാരണം ഈശോയാണ് കുരിശിൻ ചുവട്ടിൽ നമുക്ക് അമ്മയെ നൽകിയത്. അതുകൊണ്ട് ഈ അമ്മയെ സ്നേഹിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. മാത്രമല്ല, വിശ്വാസത്തിൽ നമുക്ക് കുറച്ച് കുറവുകളും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ പരിഹാരങ്ങളൊക്കെ അമ്മ അതെല്ലാം ക്രമീകരിച്ച് അതിനെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിച്ച് ഈശോയ്ക്ക് അമ്മ നൽകും. ഹല്ലേലൂയ. അത്തരത്തിലുള്ളൊരു അഭിഷേകത്തിലേക്ക് സ്വർഗം നമ്മെ വഴി നടത്തട്ടെ. രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കും, ഇപ്പോഴും എപ്പോഴും. ആമേൻ.